എല്ലാവർക്കും നമസ്കാരം. ഈ ഓണത്തിന് പാലട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങുന്ന പാലടയ്ക്ക് ചിലപ്പോൾ ഒരു മോശം ചുവ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇതിന് അത്തരത്തിലുള്ള മോശം ചുവയൊന്നും അനുഭവപ്പെടില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിൽ തന്നെ ഈ പായസം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം പായസത്തിലേക്ക് വേണ്ട അട തയ്യാറാക്കാം. അട തയ്യാറാക്കുന്നതിനായി 1 കപ്പ് തവിടുള്ള അരി നല്ലവണ്ണം ഉണക്കി പൊടിച്ചെടുക്കണം. ഞവരയരിയാണെങ്കിൽ ഉത്തമം. പൊടിച്ചെടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 നുള്ള് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ശേഷം ഒരു വാഴയിലയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇത് ചുരുട്ടി വള്ളി ഉപയോഗിച്ച് കെട്ടിയ ശേഷം ഇഡലിപ്പാത്രത്തിൽ വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം. വാഴയില ലഭിക്കാത്തവർക്ക് സ്റ്റീൽ പാത്രം ഉപയോഗിച്ചും ഈ അട തയ്യാറാക്കാം. സ്റ്റീൽ പാത്രത്തിൽ വളരെ കനം കുറച്ച രീതിയിൽ പരത്തിയ ശേഷം ഇഡലിപ്പാത്രത്തിൽ വെച്ച് നല്ലവണ്ണം വേവിച്ചെടുത്താൽ മതി. ശേഷം ഈ അട നിങ്ങൾക്കാവശ്യമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഒരു ഉരുളിയിൽ 1.5 ലിറ്റർ പാൽ ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അടയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇതേ സമയം കശുവണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേറെ സ്വാദുള്ള ഒരു പാലട നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവുകയില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ചിലവുകളും ബുദ്ധിമുട്ടുകളുമില്ലാതെ ഈ പാലട നിങ്ങൾക്ക് തയ്യാറാക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.